അച്ഛൻ മരിച്ചാലും ഇല്ലം അന്യം നിന്ന് പോകരുതല്ലോ. Hey, I've seen this one. This is a classic. നാളെ ഏർലി മോർണിംഗിൽ വെഡിങ് നടത്തണം. എല്ലാം ചടപടേന്നായിരുന്നു. എന്താന്ന് നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. അഴകാന നീലി വരും പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. ഇത് കുറെ ഉണ്ടല്ലോ. 238 പേജുള്ള റിപ്പോർട്ടാണ് സാർ. അത്രയൊക്കെ വേണോ? ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ചുരുക്കി പറഞ്ഞ കണ്ടു കാണുമെന്തോ ശിവനെ. നിന്റെ വീട്ടില് കഷ്ടപ്പാടല്ലേ, നീ ഇത് കൊണ്ടുപോ. അച്ഛനറിഞ്ഞ പ്രശ്നാവില്ലേ? അച്ഛനറിയാണ്ട് ഞാൻ നോക്കിക്കോളാം. നന്മയുള്ള ലോകമേ ആരാ ചെവി കേക്കില്ലേ? ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കുട്ടികളൊക്കെ കാത്തിരിക്കും. വേം പോണം. മനസ്സിലായില്ല, കാല് കഴിഞ്ഞിട്ട് കയറിപ്പോന്നോളൂ. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിച്ചു. വേലായുധനാശ്ശേരിയുടെ മോനാണ് തമ്പുരാൻ. തറവാട്ടിലെത്ത് കുറച്ച് പണിയുണ്ട് കൃഷ്ണൻകുട്ടി. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് വരാറ്. ഇവിടെ അകത്തൊക്കെ കുറെ പണിയുണ്ട്. അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കി ജയ്. ചെവിയും കട്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ. ഇത് യാത് ജില്ല മൊത്തം പോയി തിരക്കണല്ലോ തമ്പ്രാ. ഇതുമിട്ട് പണിയിൽ നടക്കൂല. പിള്ളേരെ പോയി 2 ഡാൻസ് പഠിപ്പിക്കാം. നല്ല തീരുമാനം. നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂലെന്ന്. ഒരുപാട് പണിയുണ്ട്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഞാൻ പോയിട്ട് പിന്നെ വരാം. കേട്ടിട്ടുണ്ട്, കൊറേ കേട്ടിട്ടുണ്ട്. ഓ ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു. ഈ പാവപ്പെട്ട ഇല്ലത്ത് പണിയില്ല. നിനക്കറിയോ, നിന്റെ മോൻ വലിയ കള്ളനാ. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. ഈ ഇല്ലത്തെ പറമ്പില് മുഴുവൻ തേങ്ങയും കായക്കൊലയും ചക്കയും മാങ്ങ ഒക്കെ അവൻ കൊണ്ടുപോയി വിൽക്കണത്. വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് പറ്റിയതാ. ഇല്ലത്തെ സാധനങ്ങളൊക്കെ എന്റെ മകനെ കൊണ്ടുപോകുന്നത് എനിക്ക് അറിയില്ല തമ്പുരാനെ. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേര്. എന്നോട് ക്ഷമിക്കണം തമ്പുരാനെ. എനിക്കിനി ഇവിടെ പണിയില്ല. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഇന്നിനെ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാണാക്കുഴിയിലോ കാണും.
വണക്കം, ബൈ ബൈ, ടാറ്റ. അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിട്ട് ഇരിക്കപ്പെടെ ഇത്. അതിന്റെ ഇടയില വേറൊരു ഇത്. ഓ ഗോഡ്, യു അഗൈൻ. വീണ്ടും നിങ്ങളോ? എന്ത് പറ്റി എന്റെ മോനെ? എന്ത് പറ്റി? ഈ ജാതി ശരീരം വെച്ചിട്ട് ഇങ്ങനെ നോലോളിച്ചാൽ എന്റെ ചങ്ങായി. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് കള്ളനെന്ന് വിളിച്ച ഈ രാജപ്പന്റെ മകനാണ് തമ്പുരാന്റെ മകനെ രക്ഷപ്പെടുത്തിയത്. എന്റെ മകൻ, എന്റെ രക്തം, എന്റെ മകൻ. അവനാണ് എന്റെ ആയുധം, വജ്രായുധം. മണ്ണിനെയും മനുഷ്യനെയും മാത്രം ഞങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയുള്ളൂ. ജാതി മതമൊന്നും ഞങ്ങൾക്ക് അറിയില്ല തമ്പുരാനെ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ആണ് വർഷങ്ങളായിട്ട് ആളനക്കോലാതെ കിടക്കണ ഈ തറവാട്ടില്ലവും ഇവിടുത്തെ പറമ്പും ഈ മണ്ണിൽ പണിയെടുത്ത് ഈ മണ്ണിൽ പൊന്നു വിളയിച്ചത് രാജപ്പനും രാജപ്പന്റെ കുടുംബ. അത് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇനിയുള്ള കാലം ഞാൻ ഇങ്ങോട്ട് തീരുമാനിച്ചിരിക്കണു രാജപ്പ. ഈ തറവാട്ടില്ലവും ഇവിടത്തെ പറമ്പിലെയും ഫലവൃക്ഷാദികളൊക്കെ അനുഭവിക്കേണ്ടത് രാജപ്പന്റെ അവകാശമാണ്. ഗോപാലമ്മനെ എനിക്ക് വലിയ ആക്രാന്തമൊന്നുമില്ല. പട്ടിണിയില്ലാണ്ട് ജീവിക്കണം മുകേഷ് അംബാനിയെ പോലെ. പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്.